എൻ്റെ കുരുമുളക് കൃഷിയാണ്. ഞാനിത് കൊന്നയിലാണ് കുരുമുളക് ഇട്ടിരിക്കുന്നത്. ഇത് ഇനം പെപ്പർ തെക്കൻ എന്ന് പറഞ്ഞാൽ പെപ്പർ തെക്കൻ 1. പെപ്പർ തെക്കൻ 1 അതിനെ പറ്റി വിവാദങ്ങൾ ഒരുപാടുണ്ട്. അത് ഈൽഡ് കുറവാണെന്നും അത് ഈ ഫ്ലവറിങ് ഉള്ളതുപോലെ തന്നെ അതിനകത്ത് നനികൾ ഉണ്ടാകത്തില്ല എന്നൊക്കെയാണ് ഒരു പൊതുവെ ഉള്ള ഒരു പരാതി, ഒരു കംപ്ലയിൻറ്റ്. പക്ഷേ അതങ്ങനെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. ഞാൻ പെപ്പർ തെക്കൻ നട്ടു തുടങ്ങിയിട്ട് 5 വർഷം. 5 വർഷത്തിൽ എനിക്കുള്ള പ്ലാന്റുകൾ 5 വർഷത്തിനിടയ്ക്ക് വെച്ച് ഞാൻ തൈകൾ എടുക്കുന്നുണ്ട്. ശരിക്കും ഹൈറ്റിൽ പോയിട്ടില്ല. ഹൈറ്റിൽ പോയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം കൊന്നയിൽ നിൽക്കുന്നതാണ്. ഇതിൻ്റെ ഈൽഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനകത്ത് നണികളും നിങ്ങൾക്ക് കാണാം. സമൃദ്ധമായ നണികളാണ് ഇത് പിടിക്കുന്നത്. കാരണം ബാക്കിയുള്ള കുരുമുളകിനെ അപേക്ഷിച്ച് ഇത് വളരെ പൊസസീവാണ്. നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അനുസരിച്ച് വർഷത്തിൽ 3 തവണയെങ്കിലും ഇതിന് വളം കൊടുക്കണം. വളം കൊടുക്കുന്നതനുസരിച്ച് ഒന്ന് ഇത് എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റായത്. വളരെ ഫാസ്റ്റായിട്ടാണ് കയറി പോകുന്നത്. 2 വർഷമായ ഒരു കവുങ്ങിൽ നിൽക്കുന്ന 2 ഉയരത്തിൽ ഇത് പൊങ്ങിപ്പോയിട്ട് കാ പിടിച്ചിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും വളരാനുള്ള വളം ഇതിന് വേണം. അതുപോലെ തന്നെ ഇതിന് ഫ്ലവറിങ് ടൈമിന് ഇതിന് വളം വേണം. അത് കഴിഞ്ഞ് മഴയല്ലെങ്കിൽ ഇതിന് പോളിനേഷൻ കറക്റ്റ് നടക്കത്തില്ല. അപ്പോൾ പറഞ്ഞാൽ തിരി ഇടതൂർന്ന് വരുന്നത് കൊണ്ട് ഈ മഴവെള്ളത്തിലൂടെയാണല്ലോ ഇതിൻ്റെ പോളിനേഷൻ നടക്കുക. അപ്പോൾ ഈ പോളിനേഷൻ നടക്കുന്ന സമയത്ത് മഴവെള്ളം കറക്റ്റ് മഴ കിട്ടിയില്ല, ഈ നൂൽമഴ അതുപോലെ മഴകൾ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇതിന് പോളിനേഷൻ കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ പോളിനേഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നനി കുറയും. നനി പറയുന്നതിന് ചെയ്യാന്ന് പറഞ്ഞാൽ മഴയില്ലാത്ത സമയമാണെങ്കിൽ റോക്കർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഒരാഴ്ച സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് കംപ്ലീറ്റ് നനികളും കിട്ടും. പിന്നെ നനി ഉണ്ടെന്ന് പറഞ്ഞാൽ നനി ഹെൽത്തി ആവണമെങ്കിൽ നമ്മളിതിന് ഇൻപുട്ട് കൊടുക്കണം, വളം കൊടുക്കണം. വളം ജൈവവളമാണ്. ഞാൻ കൊടുക്കുന്ന ആട്ടും വളവും ചാണകപ്പൊടിയാണ് ഞാൻ കൊടുക്കുന്നത്. ജൈവവളം ഉപയോഗിക്കാറുള്ളത്. ഞാൻ ജൈവവളം ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് വരെ ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, ഒരൊറ്റ തണ്ടാണ് കയറിയിട്ടങ്ങ് ബ്രാഞ്ചസ് ആവുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് ബ്രാഞ്ചസ് ആവും. അപ്പുറത്ത് കാണിച്ചില്ല, സിംഗിൾ തണ്ടിൽ നിന്ന് കയറിയിട്ട് ബ്രാഞ്ചസ് ആവുന്നത്. വളരെ ഇടതൂർന്ന് ബ്രാഞ്ചസ് ആവും. കവുങ്ങിലാണെങ്കിൽ പിടിച്ചും കയറിപ്പോയി. ഇത്രയും ഇടതൂർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം വളം കൊടുക്കണം, അത്യാവശ്യം വളം കൊടുക്കണം. 3 തവണ വളം കൊടുക്കണം. ആദ്യം ഒരു ഗ്രോയിങ് ടൈമിൽ ഇത് വളർച്ചയ്ക്ക് വളം കൊടുക്കണം. അതുപോലെ തന്നെ ഫ്ലവറിങ് ടൈം ആകുമ്പോൾ വളം കൊടുക്കണം. ആ ഫ്ലവറിങ് ടൈം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പോളിനേഷൻ കഴിഞ്ഞ് കിട്ടുന്ന നനി ഇങ്ങനെ വരുന്ന സമയത്തും ഇതിന് വളം കിട്ടണം. അപ്പോൾ വളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാധാരണ ഉള്ളതിനേക്കാൾ ഒരു 3 ഇരട്ടിയിലെങ്കിലും മിനിമം ഇതിന് റിസൾട്ടുണ്ട്.